ഹിന്ദി ഫസ്റ്റ് യൂണിറ്റിലത്തെ സെക്കൻഡ് ലെസനായ ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാത്ത എന്നുള്ള ടിപ്പണിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ടൊരു പിങ്ക് ബോക്സിൽ ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാത്ത എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെയിം ഹെഡിങ്ങിൽ ഒരു കവിത കൊടുത്തിട്ടുണ്ട് അല്ലേ? ആ കവിത ആരാ എഴുതിയതെന്ന് വായിച്ച് നോക്കിക്കേ. വിനോദ് കുമാർ ശുക്ല. അതുതന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യവും. വിനോദ് കുമാർ ശുക്ല എഴുതിയ ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാത്ത എന്ന് പറഞ്ഞിട്ടുള്ള കവിതയുടെ ഒരു ആസ്വാദനം അല്ലെങ്കിൽ ആ കവിതയെ ബേസ് ചെയ്ത് എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണ് നിങ്ങളുടെ പാഠഭാഗമായി തന്നിരിക്കുന്ന ഈ ടിപ്പണി. അതുകൊണ്ടാണ് താഴെ എഴുതിയിരിക്കുന്നത് വിനോദ് കുമാർ ശുക്ല की കവിത पर നരേഷ് സക്സേന की ടിപ്പണി എന്ന്. വിനോദ് കുമാർ ശുക്ലയുടെ കവിതയ്ക്ക് നരേഷ് സക്സേന എഴുതിയ ടിപ്പണിയാണ്. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാത്ത കവിത കോൺ ലിഖാത്ത, ആ കവിത എഴുതിയത് ആരാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ വിനോദ് കുമാർ ശുക്ല എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. അതേ സ്ഥാനത്ത് ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാത്ത പാഠഭാഗ് കോൺ ലിഖാത്ത, ആ പാഠഭാഗം ആരാണ് എഴുതി ചോദിച്ചാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠഭാഗം എന്താ? ടിപ്പണിയാണ്. ആ ടിപ്പണി എഴുതിയിരിക്കുന്നത് നരേഷ് സക്സേനയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് നിർബന്ധമാണ്. ഇനി നമുക്ക് ലെസണിലേക്ക് കയറാം. विनोद कुमार शुक्ल अपनी मौलिकता के साथ ही भाषा की अनगढ़ता के लिए विख्यात है. വിനോദ് കുമാർ ശുക്ല അത് പേരാണ്. അപ്നി മൗലികത കെ സാത്ത്, അപ്നി എന്ന് പറഞ്ഞാൽ തൻ്റെ, മൗലികത എന്ന് പറഞ്ഞാൽ ഒറിജിനാലിറ്റി എന്നാണ് പറയുക. നമ്മൾ എഴുതുന്ന കാര്യത്തിൽ വല്ലാത്തൊരു ഒറിജിനാലിറ്റി. നിങ്ങളിപ്പോൾ ചില കവിതകളൊക്കെ ഉണ്ട്, നമ്മൾ എന്തെന്നെ വായിച്ചാലും അത് എന്താ അർത്ഥം എന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ ചില കവിതകൾ ഭയങ്കര എളുപ്പത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അതൊരു ഒറിജിനലായിട്ട് നമുക്കത് ഫീൽ ചെയ്യും. ഇത്രയേ ഉള്ളൂ കാര്യം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു ഒറിജിനാലിറ്റിനെയാണ് നമ്മൾ മൗലികത എന്ന് പറയുന്നത്. മൗലികത എന്ന് തന്നെ നിങ്ങൾക്ക് മലയാളത്തിലും പറയാം, കുഴപ്പമില്ല. അപ്പം മൗലികത കെ സാത്ത്, മൗലികതയുടെ കൂടെ അല്ലെങ്കിൽ ആ ഒറിജിനാലിറ്റിയുടെ കൂടെ ഹി ഭാഷാ കി അൻഗഢത, ഭാഷാ കി അൻഗഢത പറഞ്ഞാൽ ഒരു ഘടനയില്ലായ്മ. അൻഘടത പറഞ്ഞാൽ ഘടനയില്ലായ്മ എന്ന് വെച്ചാൽ ഒരു കവിത എന്ന് പറയുമ്പോൾ താളം വേണം, രാഗം വേണം, അല്ലെങ്കിൽ ഇന്ന വൃത്തത്തിലായിരിക്കണം രചിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്, അതിന് കഷ്ടമുള്ള ശബ്ദങ്ങൾ വേണം. അങ്ങനെ നമുക്കറിയാമല്ലേ, ഏകദേശം ഒരുപാട് കവിതകളൊക്കെ നമ്മൾ ഈ ക്ലാസ് എത്തുമ്പോഴേക്കൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ കവിതകളും എങ്ങനെയാണെന്നുള്ള ഐഡിയ ഒക്കെ നമ്മൾക്കുണ്ട്. അപ്പോൾ അത്രയും കഷ്ടമായാലാണ് നമ്മൾ പൊതുവേ ഒരു ഘടനയുള്ള കവിത എന്നൊക്കെ പറയുക. പക്ഷേ അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു വരിയിൽ 6 അക്ഷരേ പാടുള്ളൂ, അടുത്ത വരിയിൽ 8 അക്ഷരം വേണം, അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ? അതിനെയൊക്കെയാണ് നമ്മൾ വൃത്തങ്ങൾ എന്നൊക്കെ പറയാം. അപ്പോൾ അതുപോലുള്ള ഒരു കാര്യങ്ങളും ആര് ഫോളോ ചെയ്യാറില്ല? വിനോദ് കുമാർ ശുക്ല ഫോളോ ചെയ്യാറില്ല എന്നാണ് നരേഷ് സക്സേന എഴുതിയിരിക്കുന്നത്. അപ്പോൾ വിനോദ് കുമാർ ശുക്ല എഴുതുന്ന കാര്യത്തിൻ്റെ ഒറിജിനാലിറ്റിയുടെ കൂടെ തന്നെ ആ ഒരു ഭാഷയ്ക്ക് അൻഘടത, അപ്പോൾ ഭാഷയുടെ ഒരു രൂപമില്ലായ്മയ്ക്ക് അല്ലെങ്കിൽ ഒരു ഘടനയില്ലായ്മയ്ക്കും വിഖ്യാത് എന്ന് പറഞ്ഞാൽ പ്രശസ്തമാണ് എന്നാണ് അർത്ഥം. किंतु इस कविता में मौलिक होने के साथ ही वे काव्य शिल्प के सिद्ध കവി की तरह भी दिखाई देते हैं. അപ്പോൾ പൊതുവേ വിനോദ് കുമാർ ശുക്ല എഴുതുന്ന കവിതകളൊക്കെ ആ ഒരു തരത്തിലാണ്. ആ ഒരു ഒറിജിനാലിറ്റി ഉണ്ടാവുമെങ്കിലും ആ ഒരു താളമോ ഭാവമോ അല്ലെങ്കിൽ രൂപഘടനയോ ഒന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഈ കവിതയിൽ ഇസ് കവിതാമേം എന്ന് പറഞ്ഞാൽ ഇസ് എന്ന് പറഞ്ഞാൽ ഈ കവിതാമേം കവിതയിൽ മൗലിക് ഹോനേക്ക് സാത്ഹി ഒറിജിനാലിറ്റി ആവുന്നതിൻ്റെ കൂടെ തന്നെ, സാത്ഹി എന്ന് പറഞ്ഞാൽ കൂടെ തന്നെ, വേ കാവ്യശില്പക്കെ സിദ്ധ കവി കി തരഹ്, കാവ്യശില്പത്തിൽ സിദ്ധി ആർജിച്ച അല്ലെങ്കിൽ നല്ല കഴിവുള്ള, കാവ്യശില്പം എന്ന് പറഞ്ഞാൽ എന്താണ്? അത്രയും കാവ്യപരമായിട്ടൊരു കവിത എഴുതാനുള്ള കഴിവ്. അപ്പോൾ ആ ഒരു സിദ്ധിയുള്ള ഒരു കവിയെ പോലെ തന്നെ ദിക്കായി ദേഹേ, അതായത് കാണപ്പെടുന്നു. ഒരു പക്ഷേ ഈ ഒരു കവിതയിൽ അദ്ദേഹം എന്താണ്, ആ ഒരു സാധാരണ കവിതകൾ എങ്ങനെയൊക്കെയാണോ രൂപത്തോടു കൂടി അല്ലെങ്കിൽ ഘടനാപരമായിട്ട് എഴുതുന്നത് കവിതകൾ, അപ്പോൾ അതേപോലെ തന്നെ ഈ കവിതയിൽ ഏകദേശം അങ്ങനെയും കാണപ്പെടുന്നു എന്നാണ് പറയുന്നത്. കവിത കെ അർത്ഥ ഇത്തനെ സഹജ് ഓർ സാഫ് ഹേ കി, കവിത കെ അർത്ഥ, കവിതയുടെ അർത്ഥം, ഇത്തിനെ സഹജ് ഓ സാഹ്, അതായത് ഇത്രത്തോളം, ഇത്തിനെ എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം സ്വാഭാവികവും വ്യക്തവുമായതിനാൽ, സഹജ് എന്ന് പറഞ്ഞാൽ സ്വാഭാവിക, സഹജമായ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ സഹജ് ഓർ സാഹ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികവും, സാഫ്
സാഫ് എന്ന് പറഞ്ഞാൽ ക്ലിയർ, വ്യക്തമായതുമാണ്. എങ്ങനെയെന്ന് വെച്ചാൽ കീ, ഇവിടെ കണ്ടു ഷോർട്ട് കീ ആണ് വന്നിരിക്കുന്നത്. ഈ ഷോർട്ട് കീ കൊണ്ട് നമ്മൾ ദാറ്റ് എന്നൊരർത്ഥത്തിലാണ് യൂസ് ചെയ്യുന്നത്. ഉനേം വ്യാഖ്യാ കി ദർക്കാർ നഹീം ഹെ. ആ കവിതയുടെ ഓരോ അർത്ഥങ്ങൾ ഇത്രയും സ്വാഭാവികമാണ്, നമുക്ക് സഹജമാണ്, അതേപോലെ തന്നെ എല്ലാം നമുക്ക് വ്യക്തവുമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് അത് ഇനി ഒരു ആൾ വ്യാഖ്യാനിച്ച് തരേണ്ട ആവശ്യമൊന്നുമില്ല. പല കവിതകളും നമ്മൾ വായിച്ചാൽ ഒരു പക്ഷെ പിടികിട്ടില്ല അല്ലേ, നമുക്ക് ടീച്ചർ പറയുന്ന സമയത്തായിരിക്കും ഇത് ഇന്നതാണ്, അതാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവുക. പക്ഷേ ഈ കവിത അങ്ങനെയല്ല, വായിക്കുന്ന ആൾക്ക് സ്വയം മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന കവിതയാണെന്നാണ് പറയുന്നത്. सरल शब्दों वाले वाक्य स्वयं ही अपना मर्म कह देते हैं. സരൾ ശബ്ദവും വാലെ, സരൾ എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള, സിമ്പിൾ എന്നാണ് അർത്ഥം. ശബ്ദവും വാലെ പറഞ്ഞാൽ വേർഡ്സ് ഉള്ള, ശബ്ദം എന്നാൽ വേർഡ് എന്നാണ് അർത്ഥം. അപ്പോൾ ശബ്ദവും വാലെ പറഞ്ഞാൽ വേർഡ്സ് ഉള്ള. വാക്യങ്ങൾ, സെൻറ്റൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ശബ്ദ് പറഞ്ഞാൽ വേർഡ്, വാക്യ പറഞ്ഞാൽ സെൻറ്റൻസ്. സ്വയം ഹി അപ്ന മർമ്മ കഹദേത്തേ ഹെ. സ്വയം തന്നെ തൻ്റെ മർമ്മം പറയുന്നുണ്ട്. മർമ്മം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആ വാക്ക് കൊണ്ട് അവിടെ എന്താണോ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആ വാക്ക് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണോ അത് കൃത്യമായിട്ട് ഭംഗിയായിട്ട് ആ വാക്ക് തന്നെ പറയുന്നുണ്ട് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി व्यक्ति को मेम नहीं जानता था, हताशा को जानता था. व्यक्ति को, വ്യക്തിയെ, മേം നെഹീം ജാൻതാത്ത. മേം എന്നാൽ ഞാൻ, നെഹീം ജാൻതാത്ത എനിക്കറിയില്ലായിരുന്നു. വ്യക്തിയെ എനിക്കറിയില്ലായിരുന്നു. നെഹീം എന്ന് പറഞ്ഞാൽ ഇല്ല എന്നൊരർത്ഥമാണ്. ജാൻത എന്ന വാക്ക് വന്നിരിക്കുന്നത് ശരിക്കും ജാന്ന എന്നൊരു ശബ്ദത്തിൽ നിന്നൊരു വാക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ജാൻത എന്ന് പറഞ്ഞാൽ അറിയുക എന്നുള്ള അർത്ഥത്തിലാണ് ജാന്ന അല്ലെങ്കിൽ ജാൻതാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ വ്യക്തിയെ എനിക്കറിയില്ലായിരുന്നു. ഹതാഷാക്കോ ജാൻതാത്ത. ഹതാശ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ മലയാളത്തിൽ നിരാശ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ? ഈ ദുഃഖമായിക്കോട്ടെ, നിരാശയായിക്കോട്ടെ, പ്രശ്നങ്ങളായിക്കോട്ടെ, ടെൻഷൻ ആയിക്കോട്ടെ, അതിനെയൊക്കെയാണ് നമ്മൾ ഈ ഹതാശ, നിരാശ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത്. നിരാശ എന്ന് മാത്രം നമുക്ക് പറയാനായിട്ട് പറ്റില്ല കേട്ടോ, കാരണം നിരാശ എന്നൊരു വാക്ക് ഹിന്ദിയിൽ സ്വയം വരുന്നുണ്ട്. അങ്ങനെയും നിരാശ തന്നെയാണ് ഹിന്ദിയിൽ. അപ്പോൾ ഹതാശ പറഞ്ഞാലും ഒരു വ്യക്തിയുടെ സങ്കടം എന്ന് മാത്രമേ അർത്ഥമാക്കുള്ളൂ. അപ്പോൾ വ്യക്തിയെ എനിക്കറിയില്ലായിരുന്നു, പക്ഷേ സങ്കടത്തെ ഞാൻ അറിഞ്ഞിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിസ്സഹായതയെ ഞാൻ അറിഞ്ഞിരുന്നു, അതല്ലെങ്കിൽ അയാളുടെ നിരാശയെ ഞാൻ അറിഞ്ഞിരുന്നു. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, ആദ്യത്തെ വരിയിൽ നെഹീം ജാൻതാത്ത എന്ന് പറഞ്ഞപ്പോൾ ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ആവുന്നത് എന്തിലായിരുന്നു? ജാൻതാത്ത എന്നുള്ളൊരു ശബ്ദത്തിലായിരുന്നു. ഇത് ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്ന ആ പോയത്തിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള വരി ഇവിടെ കൊടുത്തിരിക്കുകയാണ്. അതേ വരി തന്നെ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത പോലെ കൊടുത്തിരിക്കുകയാണ്. ഇനി കഹ്തേ ഹി വേ ജാനേ കി, ഈ ഒരു വരി പറഞ്ഞുകൊണ്ട്, കഹ്തേഹി എന്ന് പറഞ്ഞാൽ ഈ ഒരു വരി പറഞ്ഞുകൊണ്ട്, ഇവിടെ വേ എന്ന് ഉദ്ദേശിക്കുന്നത് വിനോദ് കുമാർ ശുക്ലിനെയാണ്. കാരണം നരേഷ് സക്സേനയാണല്ലോ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വരി പറഞ്ഞുകൊണ്ട് അയാൾ ജാനേ കി ഹമാരി, ജാന്നെ എന്നുള്ള ഡബിൾ കോട്ട്സിൽ കൊടുത്തിരിക്കുന്നത് കണ്ട്. എന്തുകൊണ്ട്? ജാന്നെ എന്ന ആ ഒരു വേർഡിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജാന്നെ എന്നൊരു വാക്കിൻ്റെ ഹമാരി ഉസ് ജാനി പഹചാനി രൂഢി കോ തോട് ദേത്തേ ഹെ. ഹമാരി നമ്മളുടെ ഉസ് ജാനി പഹചാനി രൂഢി. ജാനി പഹചാനി രൂഢി എന്ന് പറഞ്ഞാൽ സ്വപരിചിതമായ, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും പൊതുവായിട്ട് അറിയുന്നതിനെയാണ് ഈ ജാനി പഹചാനി എന്ന് പറയുന്നത്. റൂഢി എന്നാൽ ട്രഡീഷൻ, പാരമ്പര്യം. അപ്പോൾ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ആ ഒരു പാരമ്പര്യത്തെ തോട് ദേത്തേഹെ, തോട് ദേന പറഞ്ഞാൽ പൊട്ടിച്ച് കളയുന്നു എന്നാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ജോ വ്യക്തിക്ക് നാം, ഒരു വ്യക്തിയുടെ പേര്, നാം എന്നാൽ പേര്, പദേ എന്ന് പറഞ്ഞാൽ അഡ്രസ്സ്, ഉമ്ര എന്ന് പറഞ്ഞാൽ വയസ്സ്, ഓഹദ എന്ന് പറഞ്ഞാൽ സമ്പത്ത്, യാ ജാതി, ജാതി പിന്നെ നിങ്ങൾക്ക് എന്താണെന്നുള്ള അറിയാലോ. അപ്പോൾ ജാതി സെ ജാന കോ ജോഡ്തി ഹെ,
അത് ശരിയല്ലേ? നമ്മളുടെ അറിവിൽ നമുക്കൊരു വ്യക്തിയെ അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു വ്യക്തിയെ അറിയാമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അവരെ പറ്റി ഏകദേശം എന്തൊക്കെ അറിയുണ്ടാവും? അവരുടെ പേരെന്താണെന്ന് അറിയുണ്ടാവും, അല്ലെങ്കിൽ അവരെവിടെ താമസിക്കുന്നതെന്ന് അറിയുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ വയസ്സറിയുണ്ടാവും, അല്ലെങ്കിൽ അവരെന്ത് ജോലി ചെയ്യണം, അവർക്ക് എത്ര സാലറി, സമ്പത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം അറിയുന്നുണ്ടാവുക. പൊതുവേ ഒരു വ്യക്തിയെ അറിയുമെന്ന് ചോദിച്ചാൽ നമ്മൾ അറിയാമെന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം? ഈ ഇത്ര കാര്യങ്ങൾക്ക് നമുക്ക് അറിയുന്നത് കൊണ്ടായിരിക്കാം. പക്ഷേ यदि हम किसी व्यक्ति को उसकी हताशा, निराशा, असहायता या उसके संकट से नहीं जानते तो हम कुछ नहीं जानते. ഒരു പക്ഷേ കിസി വ്യക്തിക്കോ ഏതൊരു വ്യക്തിയെയും ഉസ്കി അവരുടെ ഹതാശയെയോ അല്ലെങ്കിൽ നിരാശയെയോ അല്ലെങ്കിൽ അസഹായതയോ ഇനി ഒന്നുമല്ലെങ്കിൽ അവരുടെ സങ്കടങ്ങളെക്കുറിച്ചോ നമുക്കറിയില്ലെങ്കിൽ സെ നെഹീം ജാൻതാത്തോ ഹം കുച്ച് നെഹീം ജാൻതേ, നമുക്കെന്നാൽ പിന്നെ ഒന്നും അറിയില്ല. എന്ന് വെച്ചാൽ എന്താ? ഒരു മനുഷ്യൻ്റെ പദവിയോ അഡ്രസ്സോ അയാൾ ആരാണെന്നുള്ള കാര്യം ഒന്നുമല്ല അവരെ അറിയാമെന്ന് നമുക്ക് പറയാൻ പറ്റുന്നതിൻ്റെ ഒരു റീസൺ. ഒരാളെ നമുക്ക് അറിയാമെന്ന് പറയണമെങ്കിൽ അവരുടെ സങ്കടം എന്താണെന്ന് അറിയണം, അവരുടെ നിരാശ എന്താണെന്ന് അറിയണം, അവരെന്ത് കാര്യത്തിലാണ് അസഹായതയായിട്ട് നിൽക്കുന്നതെന്നറിയണം. അങ്ങനെ ഒരു മനുഷ്യൻ്റെ സങ്കടങ്ങൾ അറിയുന്ന നിമിഷം മാത്രമാണ് നമുക്ക് ആ വ്യക്തിയെ അറിയാമെന്ന് പറയാനായിട്ട് പാടുള്ളൂ, നമുക്ക് ആ വ്യക്തിയെ അറിയാം എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. ഇനി അതിനൊരു എക്സാമ്പിളാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്ന ആ 2 സെൻറ്റൻസ്. സഡക് പർ ഗായൽ പടേ അപരിചിത വ്യക്തി കോ ദേഖ്കർ ക്യാ ഹം കഹ് സക്തേ ഹേ കി ഉസേ ഹം നഹീം ജാൻതേ. സഡക് പർ, റോഡിന് മേലെ. സഡക് പർ എന്ന് പറഞ്ഞാൽ റോഡിന് മേലെ, റോഡിനുള്ളിൽ നിന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. സടക്ക് മേം എന്നൊരിക്കലും നിങ്ങൾ എഴുതരുത്. എന്തുകൊണ്ടാണ്? സടക്ക് പർ, റോഡിന് മേലെ എന്നേ നമ്മൾ പറയുള്ളൂ. ഓൺ ദ റോഡാണ്, ഒരിക്കലും ഇൻ ദ റോഡല്ല. അപ്പോൾ സടക് പർ, റോഡിന് മേലെ. ഗായൽ പടേ, ഗായൽ എന്ന് പറഞ്ഞാൽ മുറിവ് പറ്റുക എന്നാണ് അർത്ഥം. അപ്പോൾ ഗായൽ പടേ എന്ന് പറഞ്ഞാൽ മുറിവ് പറ്റിയ. അപരിചിത വ്യക്തി, അപരിചിതനായ ഒരു വ്യക്തി. കോ ദേഖ്കർ, ആ ഒരു അപരിചിതമായ അല്ലെങ്കിൽ അപരിചിതനായ ഒരു വ്യക്തിയെ കണ്ടുകൊണ്ട്. ദേഖ്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടുകൊണ്ട്. ക്യാ ഹം കഹ് സക്തേ ഹേ, ക്യാ എന്താ നമുക്ക് പറയാൻ പറ്റുമോ? കഹ് സക്തേ ഹേ എന്ന് പറഞ്ഞാൽ പറയാൻ കഴിയുമോ? കി എന്ത് പറയാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. ഉസേ ഹം നഹീം ജാൻതേ, അതായത് അയാളെ നമുക്ക് അറിയില്ല എന്ന് പറയാൻ കഴിയുമോ? എന്താണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? അതായത് ഒരു വ്യക്തി റോഡരികിൽ വീണ് കിടക്കുകയാണ്, മുറിവ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതുവഴി പോവുകയാണ്. എനിക്ക് അവരിനെ അറിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, അവിടെ അറിയില്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ശരിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സമ്മതിച്ചു, ഒരു പക്ഷേ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ പേരെന്താണെന്നോ അല്ലെങ്കിൽ വയസ്സെന്താണെന്നോ അയാൾ എവിടെ താമസിക്കുന്നു അങ്ങനെയുള്ള ഒരു ഡീറ്റെയിൽസ് അറിയുന്നുണ്ടാവില്ല. പക്ഷേ ഒറ്റ നോട്ടം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റ് പല കാര്യങ്ങളുണ്ട്. എന്താണ്? അയാൾക്ക് മുറിവ് പറ്റിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അയാൾക്ക് ഒരു സഹായം ആവശ്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇത് തന്നെയല്ലേ മനസ്സിലാക്കുക അല്ലെങ്കിൽ അറിയുക എന്ന വാക്കിൻ്റെ ഒരു ഡീപ്പായിട്ടുള്ള മീനിങ് ആയിട്ട് വരുന്നത്? ഇനി അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇനി നമുക്ക് ബാക്കി വായിച്ച് നോക്കാം. വാസ്തവ് മേം ഹം ജാൻതേ ഹേ കി യഹ വ്യക്തി മുസീബത്ത് മേം ഹേ ഓർ ഇസേ ഹമാരി മദദ് കി സരൂരത്ത് ഹേ. വാസ്തവ് മേം, വാസ്തവത്തിൽ. ഹം ജാൻതേ ഹേ കി, നമ്മൾക്ക് അറിയാം. എന്താണറിയാം? കി ദാറ്റ്. യഹ വ്യക്തി മുസീബത്ത് മേം ഹേ, ആ വ്യക്തി എന്താണ്? മുസീബത്തിലാണ്. മുസീബത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവേ ഒരു ഹിന്ദി വാക്ക് മലയാളത്തിലും യൂസ് ചെയ്യാറുണ്ട്. ഡിഫിക്കൽട്ടീസ് എന്നാണ്, അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയെ കാണുന്ന സമയത്ത് വാസ്തവത്തിൽ നമുക്ക് മനസ്സിലാവും ആ ഒരു വ്യക്തി കഷ്ടപ്പാടിലാണെന്ന്. ഓർ ഇസേ ഹമാരി മദദ് കി സരൂരത്തെ, അതുപോരാതെ അവർക്ക് എന്ത് കൂടി ആവശ്യമുണ്ട്? ഹമാരി മദദ് കി സരൂരത്ത് ഹേ, ഹമാരി നമ്മളുടെ, മദദ് എന്ന് പറഞ്ഞാൽ സഹായം, കി സരൂരത്ത് ഹേ, സരൂരത്ത് എന്ന് പറഞ്ഞാൽ ആവശ്യകതയുണ്ട്, സരൂർ എന്ന് പറഞ്ഞാൽ ആവശ്യം അല്ലെങ്കിൽ തീർച്ച എന്നൊക്കെയുള്ള അർത്ഥമാണ്. യഹ് കവിത മനുഷ്യക്കോ മനുഷ്യക്ക് തര ജാനേ കി യാദ് ദിലാത്തി ഹേ. യഹ് കവിത, ഈ കവിത മനുഷ്യക്കോ, മനുഷ്യന്, മനുഷ്യക്ക് തര മനുഷ്യനെ പോലെ,
മനുഷ്യക്ക് തരഹ് എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യനെ പോലെ. തരഹ് എന്നാൽ പോലെ. അപ്പോൾ ഈ കവിത മനുഷ്യന് മനുഷ്യനെ പോലെ അറിയുക എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ചെയ്യുന്നത്. ജാന്നേക്ക് യാദ് ദിലാത്തി ഹെ. യാദ് എന്നാൽ ഓർമ്മ, ദിലാത്തി ഹെ എന്ന് പറഞ്ഞാൽ ഓർമ്മപ്പെടുത്തുക എന്ന് പറയല്ലേ, അതിന്. അപ്പോൾ എങ്ങനെയാണ് ഒരു മനുഷ്യനെ പോലെ അറിയേണ്ടത് എന്നാണ് ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഫസ്റ്റായിട്ട് വന്നു. അപ്പോൾ ഈ കവിത എന്താണ്? യഹ് കവിത കിസ്കി യാദ് ദിലാത്തി ഹെ എന്ന് പറഞ്ഞാൽ മനുഷ്യക്ക് തരഹ് ജാന്നേക്ക് യാദ് ദിലാത്തി ഹെ എന്നാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരിക. കവിത ലഗാതാർ നഹീം ജാന്നെ ഓർ ജാന്നെ കാ ബയാൻ കർത്തി ജാത്തി ഹെ. കവിത ലഗാതാർ, ഈ കവിതയിൽ തുടരെ, ലഗാതാർ എന്ന് പറഞ്ഞാൽ തുടരെ അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി എന്നൊക്കെയാണ് അർത്ഥം. നഹീം ജാന്നെ എനിക്കറിയില്ല, ഓർ ജാന്നെ അറിയാം, ക ബയാൻ കർത്തി ജാത്തി ഹെ. അതായത് ഈ രണ്ട് വാക്കുകൾ, അറിയില്ല എന്ന വാക്കും അറിയാം എന്ന വാക്കും തുടരെ ബയാൻ കർത്തി ജാത്തി ഹെ എന്ന് പറഞ്ഞാൽ എടുത്തു പറയുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ശില്പ് കി ഇസ് ബാരീക് കാരിഗരി കോ ദേഖി. അതായത് കാവ്യശില്പത്തിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞാൽ, കാരിഗരി എന്ന് പറഞ്ഞാൽ ശില്പവിദ്യ, ഒരു ആർക്കിടെക്ചർ എന്നൊക്കെ ഉള്ളൊരു അർത്ഥമാണ്. അതായത് കവിത പണിഞ്ഞിരിക്കുക എന്നൊക്കെ നമ്മൾ വേണമെങ്കിൽ പറയില്ല. അപ്പോൾ അതിനെയാണ് ഈ ആർക്കിടെക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണ നമ്മൾ വീട് കിട്ടുന്നതിനെയാണ് ആർക്കിടെക്ചർ എന്നൊക്കെ വിളിക്കുക. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ ഒരു കവിത സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു രീതിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന്. വഹ് മുझे नहीं जानता था, हाथ बढ़ाने को जानता था. വഹ് മുझे नहीं जानता था. അയാൾക്ക് എന്നെ അറിയില്ലായിരുന്നു. മുझे नहीं जानता പറഞ്ഞാൽ എന്നെ അറിയില്ലായിരുന്നു. ഹാത്ത് ബഡാനെ കോ ജാൻതാ ത. ഹാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കൈ. ബഡാന എന്ന് പറഞ്ഞാൽ നീട്ടുക, കൈ നീട്ടുവാനായിട്ട് അറിയാമായിരുന്നു. ഒരാൾ വീണ് കിടക്കുകയാണെങ്കിൽ നമ്മൾ കൈ കൊടുത്തിട്ടാണ് സഹായിക്കുക, അല്ലേ? കൈ കൊടുത്ത് എണീപ്പിക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ അതാണ് ഹാത്ത് ബഡാനേക്കോ ജാൻതാത്ത. അപ്പോൾ അയാൾക്ക് എന്നെ അറിയില്ലായിരുന്നു, പക്ഷെ അയാൾക്ക് എന്തറിയാമായിരുന്നു? കൈ നീട്ടാനായിട്ട് അറിയായിരുന്നു. വീണ് കിടക്കുന്ന ഒരു വ്യക്തിയെ പിടിച്ചെഴുന്നേൽപ്പിക്കാനായിട്ട് അറിയായിരുന്നു. ഹം ഏക് ദൂസരെ കോ നഹീം ജാൻതേ തേ, സാത്ത് സാത്ത് ചൽന ജാൻതേ തേ. ഹം ഞങ്ങൾക്ക് ഏക് ദൂസരേക്കോ പരസ്പരം അറിയില്ലായിരുന്നു, നഹീം ജാൻതേ തേ. പക്ഷെ എന്താണ്? സാത്ത് സാത്ത് ചൽന ജാൻതേ തേ. സാത്ത് സാത്ത് ചലന പറഞ്ഞാൽ ഒരുമിച്ച് കൂടി നടക്കാനായിട്ട് അറിയാമായിരുന്നു. യഹ് നഹീം ജാന്ന ഓർ ജാന്ന. അപ്പോൾ ഈ നഹീം ജാന്ന എന്ന ആ ഒരു വാക്കും ജാന്ന എന്നുള്ള വാക്കും കവിതാമേം, ഈ കവിതയിൽ കിസി ലോകഗീത് കി സ്ഥായി കി തരഹ് ബാർ ബാർ ലൗട്ടാ ഹെ. കിസി ലോകഗീത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിലത്തെ നാടൻ പാട്ടുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അതിനെയാണ് ഈ ലോകഗീത് എന്ന് പറയുന്നത്. അപ്പോൾ ലോകഗീത് കി സ്ഥായി കി തരഹ്. സ്ഥായി എന്ന് പറഞ്ഞാൽ നമ്മൾ ചില നാടൻ പാട്ടുകളുണ്ട്, നമ്മളിങ്ങനെ പാടി ആദ്യത്തെ വരി തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയും, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു വാക്ക് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പാടും. അതാണ് സ്ഥായി എന്ന വാക്ക്. അതായത് ആ ട്യൂണ് പോകുന്നത് കണ്ടാൽ നമുക്ക് സ്വയം മനസ്സിലാവും, ഇനി അടുത്തത് വരാൻ പോണത് ആ ഒരു ലൈനാണെന്ന് നമ്മൾ സ്വയം ഏറ്റുപാടാറുണ്ട്. അപ്പോൾ അതാണ് സ്ഥായി എന്ന് പറയുന്നത്. അപ്പോൾ ഏതോ ഒരു നാടൻ പാട്ടിൻ്റെ സ്ഥായി ആയിട്ടുള്ളൊരു ശബ്ദം പോലെ ബാർ ബാർ ലൗട്ടാ ഹെ, വീണ്ടും വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. എവിടെ? ഈ കവിതയിലും അതേ വാക്കുകൾ തന്നെ വീണ്ടും ഉപയോഗപ്പെട്ടിരിക്കുന്നു. ഗദ്യമേം ലിഖി ഹുയി കിസി കവിതാമേം ലിറിക്കൽ യാ गीतात्मता का बोध इस खूबी से साथ हिंदी की किस कविता में माया है याद नहीं आ रहा. അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഗദ്യമേം ലിക്കി ഹുയി, ഗദ്യത്തിൽ എഴുതിയിരിക്കുന്ന, ഗദ്യം എന്ന് പറഞ്ഞാൽ എന്താ? കഥ പോലെ എഴുതിയിരിക്കുന്ന. കിസി കവിതാമേം, ഏത് കവിതയിലാണ് ലിറിക്കൽ യാ ഗീതാത്മക കി ബോധ്. ലിറിക്കൽ യാ ഗീതാത്മകത എന്ന് പറഞ്ഞാൽ ആ ഒരു ലിറിക്സ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഗീതാത്മകത ബോധം. അതായത് നമ്മൾക്ക് പാട്ട് എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ പാട്ട് ആസ്വദിക്കുന്ന സമയത്ത് ആ ഒരു ലിറിക്സ് നമുക്ക് ഇഷ്ടപ്പെടണമല്ലോ. അല്ലാതെ ഒരുപാട് വായി തോന്നി ലിറിക്സ് ഒന്നും എഴുതി വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ആ ട്യൂൺ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടിയിട്ട് പാട്ടിനോടൊരു ഇഷ്ടം താല്പര്യമില്ലാത്ത പോലെ തോന്നും. അപ്പോൾ അതാണ് ലിറിക്കൽ യാ ഗീതാത്മകത ബോധ് ഇസ് ഖൂബി കെ സാത്ത്, ഇത്രയും ആവശ്യമുള്ള അളവിൽ
ഹിന്ദിക്ക് കിസ് കവിതാമേം, ഖൂബി എന്ന് പറഞ്ഞാൽ ഇനഫ് എന്നുള്ളൊരർത്ഥമാണ്. അപ്പോൾ ഇത്രയും ആവശ്യമുള്ള രീതിയിൽ ഹിന്ദിയിലെ ഏത് കവിതയിലാണ് വേറെ വന്നിരിക്കുന്നത് എന്ന് യാദ് നഹി മാരഹ, എനിക്ക് തീർച്ചയായിട്ടും ഓർമ്മ വരുന്നില്ല. അപ്പോൾ എന്താണ്, നരേഷ് സക്സേനയുടെ ആ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു കവിതയ്ക്ക് മഹത്തായ ഒരു സ്ഥാനം ഉണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ജൈസെ കിസി ഗസൽ മേം ആഖരി ഷേർ കെ ആഖരി ശബ്ദ്, എങ്ങനെയെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഗസലിൻ്റെ ആഖരി ഷേർ എന്ന് പറഞ്ഞാൽ അവസാനത്തെ വരിയുടെ ആഖരി ശബ്ദം, അവസാനത്തെ ശബ്ദം, അവസാനത്തെ വരി, ആഖരി എന്ന് പറഞ്ഞാൽ അവസാനത്തെ എന്നാണ് അർത്ഥം. ശ്രോതാവോം കി ജുബാൻ പർ, ശ്രോതാവോം എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർ, ഓഡിയൻസ് എന്നാണ് അർത്ഥം. അപ്പോൾ ഓഡിയൻസിൻ്റെ ജുബാൻ പർ, നാക്കിൽ, ജുബാൻ എന്നാൽ നാക്കിൽ, ആപ്സെ ആപ്പ് ആ ജാത്തേ ഹെ, അതായത് ഏതെങ്കിലും ഗസലൊക്കെ നമ്മൾ കേൾക്കുന്ന സമയത്ത്, ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ നാടൻപാട്ട് പോലെ, അപ്പോൾ അല്ലെങ്കിൽ ഗസലോ എന്തെങ്കിലും കേൾക്കുമ്പോൾ അതിൻ്റെ അവസാനത്തെ വരിയിലത്തെ അവസാനത്തെ ആ ഒരു ശബ്ദം നമ്മൾ വീണ്ടും വീണ്ടും തനിയെ വരും, നമുക്ക് തന്നെ പറയാനായിട്ട് പറ്റും. അവരെവിടെയൊക്കെ പാട്ട് നിർത്തിയാലും ആ ട്യൂൺ അങ്ങനെ പോണ സമയത്ത് നമ്മളുടെ വായിൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടാണെങ്കിൽ തനിയെ ആ ഒരു ലൈൻ നമ്മൾക്ക് അറിയില്ലെങ്കിൽ പോലും നമ്മൾ തന്നെ ചേർക്കാറുണ്ട്. അപ്പോൾ വൈസേ ഹി ഇസ് കവിത കെ അന്തിം ശബ്ദം, അപ്പോൾ അതേപോലെ തന്നെ ഈ കവിതയുടെ അവസാനത്തെ ശബ്ദം, യാനി അല്ലെങ്കിൽ സാത്ത് സാത്ത് ചൽന കെ ബാദ്, സാത്ത് സാത്ത് ചൽന എന്ന് പറഞ്ഞിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യണം. കെ ബാദ് എന്ന് പറഞ്ഞാൽ സാത്ത് സാത്ത് ചൽന എന്ന് മാത്രം പറഞ്ഞിട്ട് അതിൻ്റെ ശേഷമുള്ളത് ആരെങ്കിലും പറയുന്നത് നിർത്തിയാൽ, കവിത പാട് രോക്ക് ദിയ, കവിത പാടുന്നത് നിർത്തിക്കളഞ്ഞാൽ, രോക്ക് ദിയ എന്ന് പറഞ്ഞാൽ നിർത്തിക്കളഞ്ഞാൽ, സുന്നേ വാലെ ഖുദ് വാക്യ പൂര കർ ദേങ്കെ, സുന്നേ വാലെ ഖുദ് വാക്യ പൂര കർ ദേങ്കെ, സുന്നേ വാലെ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർ, ഖുദ് എന്ന് പറഞ്ഞാൽ സ്വയം, വാക്യ പൂര കർ ദേങ്കെ ആ ഒരു വാക്യം പൂർത്തീകരിക്കും, ഓർ കഹേങ്കെ എന്നിട്ട് പറയുകയും ചെയ്യും, ജാൻതേ തേ എന്ന്. അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, ആരെങ്കിലും ഈ ഒരു കവിതയുടെ ഏതെങ്കിലും ഒരു വരി പകുതി പറഞ്ഞു നിർത്തിയാൽ അതിനെ മുഴുമിപ്പിക്കാനായിട്ട് കേൾക്കുന്നവർക്ക് തനിയെ സാധിക്കും എന്നാണ് പറയുന്നത്. കാരണം ഒന്നുകിൽ അതിൻ്റെ അവസാനത്തിൽ ജാൻതേ തേ എന്നേ വരുള്ളൂ, അല്ലെങ്കിൽ നഹീം ജാന്നെ എന്നേ വരുള്ളൂ. അപ്പോൾ യഹ് കവിത ജാന്ന ശബ്ദ കെ രൂഢീഗ്രസ്ത് അർത്ഥ കോ പൂരി തരഹ സെ ബദൽ ദേത്തി ഹെ, ഈ കവിത ജാന്ന എന്നൊരു ശബ്ദത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വാക്കിൻ്റെ രൂഢീഗ്രസ്ത അർത്ഥക്കോ പാരമ്പര്യമായിട്ട് അറിഞ്ഞു വരുന്ന ആ ഒരു അർത്ഥത്തിന് പൂരി തരഹ് മുഴുവനായിട്ടും ബദൽ ദേത്തി ഹെ മാറ്റിമറിക്കുകയാണ് ചെയ്യുന്നത്. ബദൽന എന്ന് പറഞ്ഞാൽ ചേഞ്ച്, അതായത് മാറ്റുക എന്നാണ് അർത്ഥം. ഇസ് കവിത की पहली दो पंक्तियों में ही कविता अपनी पूरी बात कह देता है. इस कविता की ഈ കവിതയുടെ പഹലി ദോ പങ്ക്തിയോ മേം ഹി, പഹലി ആദ്യത്തെ, ദോ പങ്ക്തിയോ മേം ഹി രണ്ട് വരികളിൽ തന്നെ, കവി അപ്നി പൂരി ബാത്ത്, കവി എന്ത് ചെയ്തു, അപ്നി പൂരി ബാത്ത് തൻ്റെ മനസ്സിൽ വന്ന മുഴുവൻ കാര്യങ്ങളും, പൂരി മുഴുവനും, ബാത്ത് കാര്യങ്ങളും, കഹ്ദേത്താ ഹെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതായത് ആദ്യത്തെ രണ്ട് വരിയിൽ തന്നെ കവിത എഴുതിയ ആൾ നമ്മുടെ വിനോദ് കുമാർ ശുക്ല എന്തൊക്കെയാണോ വിചാരിച്ചത് ആ ആദ്യത്തെ രണ്ട് ലൈനിൽ തന്നെ ഏകദേശം എല്ലാം ഉൾക്കൊള്ളിക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ശേഷ് പങ്ക്തിയോം ഉസേ കഹി ഗയേ, शेष पंक्तियों उसी कही गए को और सघन और गहरा करती है. അതിന് ശേഷം വരുന്ന പങ്ക്തിയോം വരികൾ, ശേഷ് പങ്ക്തിയോം പറഞ്ഞാൽ ശേഷം വരുന്ന വരികൾ, ഉസി കഹേ ഗയേക്കോ ആ പറഞ്ഞതിനെ തന്നെ, ഓർ സഗൻ ഓർ ഗഹര കർത്തി ഹെ, സഗൻ എന്ന് പറഞ്ഞാൽ ശക്തിപ്പെടുത്തുകയും ഗഹര കർത്തി ഹെ ഒന്നുകൂടി ആഴമാക്കി മാറ്റുകയും ചെയ്യും. നമ്മൾ ഒരു കാര്യം, ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ട് അത് കുട്ടികൾക്ക് മനസ്സിലാവാൻ വേണ്ടി 2-3 എക്സാമ്പിൾസ് പറയുന്നത് പോലെയാണ് ഈ കവിതയും എഴുതപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. കവിത കാ സന്ദേശ് ഹേ കി, അപ്പോൾ ഈ കവിതയുടെ സന്ദേശം എന്ന് പറയുന്നത്, ദോ മനുഷ്യോं को बीच मनुष्यता का एहसास यानी मानवीय संवेदना होना ज़रूरी है, जानकारियाँ ज़रूरी नहीं है. ദോ മനുഷ്യോं को बीच രണ്ട് മനുഷ്യരുടെ ഇടയിൽ, ബീച്ച് എന്നാൽ ഇടയിൽ, മനുഷ്യതാക്ക അഹ്സാസ് യാനി മാനവീയ സംവേദന ഹോന ജരൂരി ഹെ, രണ്ട് മനുഷ്യരുടെ ഇടയിൽ മനുഷ്യത്വം എന്ന തോന്നൽ,
അതായത് മാനുഷിക വികാരങ്ങൾ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. മനുഷ്യതാ കാ അഹ്സാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യത്വം. മാനവീയ സംവേദന എന്ന് പറഞ്ഞാൽ മാനുഷികമായ വികാരങ്ങൾ. അപ്പോൾ രണ്ട് മനുഷ്യരുടെ ഇടയിൽ ഈ രണ്ട് കാര്യങ്ങളാണ് ഉണ്ടാവേണ്ടത്. ജാൻകാരിയാം സരൂരി നഹി ഹെ. അതല്ലാതെ അറിവുകൾ തീർച്ചയായിട്ടും ഉണ്ടാവണമെന്നില്ല. എന്താണ് ഇവിടുത്തെ അറിവുകൾ? ആളാരാണെന്നോ വയസ്സെന്താണെന്നോ പേരെന്താണെന്നോ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. പകരം രണ്ട് മനുഷ്യരുടെ ഇടയിൽ മനുഷ്യത്വം ഉണ്ടായാൽ മതി. കിന്തു യഹ് സന്ദേശ് കവിത മേം ഉപദേശ് കി തരഹ് നഹി മാത്ത. പക്ഷേ ഈ ഒരു കവിത വായിച്ചു നോക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് ഈ ഒരു കാര്യം ഒരു ഉപദേശത്തിൻ്റെ രൂപത്തിൽ എവിടെയും വരുന്നില്ല. കാര്യം പറയുന്നു, കുറേ എക്സാമ്പിൾസും കൂടെ പറഞ്ഞിരുന്നു. അതോടുകൂടിയിട്ട് ആ കവിത കഴിയുകയും ചെയ്യുകയാണ്.